പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് എൻ്റെ പഞ്ചായത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളെ അതിർത്തി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്താണ് ആനിക്കാട് പഞ്ചായത്ത്. പ്രളയകാലത്ത് വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുകയും പിന്നീട് മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി കരകയറിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് ആനിക്കാട് പഞ്ചായത്ത്. ഇതുവരെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ, വികസന നേട്ടങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? നമസ്കാരം. ആനിക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്താണ് ആനിക്കാട് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ. ആനിക്കാട് പഞ്ചായത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നൂറോമാവാണ്. നമ്മുടെ പഞ്ചായത്തിൽ 13 വാർഡുകളാണ് നിലവിൽ ഉള്ളത്. ഡീലിമിറ്റേഷന്റെ ഭാഗമായി അത് കഴിഞ്ഞ് കരട് വിജ്ഞാപനം വരുമ്പോൾ ഒരു വാർഡ് കൂടി നമുക്ക് 14 വാർഡുകളായി തീർന്നതാണ്. പഞ്ചായത്തിൽ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ വാർഡുകളിലും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും മെയിൻ പൈപ്പ് ലൈൻ വലിച്ച് അവർക്ക് വീടുകളിൽ കണക്ഷൻ കൊടുക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ കണക്ഷൻ ആവശ്യമുള്ള ആളുകൾക്കൊക്കെയും നമ്മൾ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ 2016 8 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻ, പുളിക്കാമല ട്രീറ്റ്മെന്റ് പ്ലാൻ സ്ഥലം കണ്ടെത്തി അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ കിണറുകൾ സ്ഥാപിച്ചിട്ടും നമുക്ക് അത് കമ്മീഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആനിക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള ക്ഷാമം ഏറ്റവും കൂടുതൽ രൂക്ഷമാകുന്ന ഒരു പ്രദേശമാണ് ആനിക്കാട് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ. ശ്രീമതി സൂസൻ ഡാനിയൽ, അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള കായകൽപ്പ പുരസ്കാര നിറവിലാണ് ഇപ്പോൾ ആനിക്കാട് പഞ്ചായത്തുള്ളത്. എങ്ങനെയാണ് ഈ ആരോഗ്യ മേഖലയിലെ പഞ്ചായത്തിന്റെ ഇടപെടൽ? ആരോഗ്യ മേഖലയിൽ ആനിക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പത്തനംതിട്ട ജില്ലയിലെ കായകൽപ്പ അവാർഡ് 1ാം സ്ഥാനം നമുക്ക് ലഭിക്കുകയുണ്ടായി. നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് മികച്ച ലാബ് സൗകര്യങ്ങളും അതുപോലെ തന്നെ മികച്ച ഡോക്ടർമാരുടെ സേവനങ്ങളും സിസ്റ്റർമാരുടെ സേവനങ്ങളും അതുപോലെ തന്നെ നമുക്ക് ആശാവർക്കർമാരുടെ വാർഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുതൽക്കൂട്ടായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ഫാമിലി ഹെൽത്ത് സെന്ററുമായിട്ട് നടത്തുന്നത്. നമ്മുടെ പാലിയേറ്റീവ് പരിചരണം, രോഗികളെ വീട്ടിൽ പോയി കണ്ട് അവരെ ചികിത്സിച്ച് പാലിയേറ്റീവ് പരിചരണം നടത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആന്റോ ആന്റണി MP, ബഹുമാനപ്പെട്ട ആന്റോ ആന്റണി MP-യുടെ സഹായത്താൽ നമുക്കൊരു ആംബുലൻസ് ലഭിക്കുകയുണ്ടായി. അതും പ്രകാരം എല്ലാ വീടുകളിലും പാലിയേറ്റീവിന്റെ ആരോഗ്യ മേഖലയിൽ വേണ്ടുന്ന ആളുകൾക്കൊക്കെ പാലിയേറ്റീവ് പരിചരണം നൽകി പോരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ആനിക്കാട്. വലിയ രീതിയിലുള്ള ഒരു കുടിവെള്ള ക്ഷാമം അവിടെ നേരിടുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ എല്ലാ വാർഡുകളിലും പൈപ്പ് ലൈൻ ദീർഘിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശുദ്ധജലക്ഷാമം നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഞ്ചായത്ത് ഏറ്റെടുത്ത് എല്ലാ വാർഡുകളിലും പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും കോഴിമണ്ണിൽ കിണർ എന്ന് പറയുന്ന സ്ഥലത്ത് കിണർ സ്ഥാപിച്ച് അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങളെല്ലാം നടത്തിയതുമാണ്. പക്ഷേങ്കിൽ ട്രാൻസ്ഫോമറിന്റെ കമ്മീഷൻ ചെയ്യാത്തത് മൂലം നമുക്ക് അത് ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ആനിക്കാട് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രളയകാലത്തെ അതിജീവിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ആനിക്കാട് പഞ്ചായത്ത് എന്നുള്ളത്. പ്രളയ സാധ്യതകളൊക്കെ എത്രത്തോളമാണ്? ഇത് മറികടക്കാനുള്ള ഈ തുടർ നടപടികൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അടക്കം എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചത്? 2018-20 കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരുന്നത് പ്രളയം തന്നെയായിരുന്നു. മണിമലയാറിന്റെ തീരമാണ് ആനിക്കാട് പ്രദേശം എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഒരു വീട് പൂർണ്ണമായും, കുറെ വീടുകൾ ഭാഗികമായും കേടുപാടുകൾ സംഭവിക്കുകയൊക്കെ ഉണ്ടായി. ഒരു വീട് നമുക്ക് സർക്കാരിൽ ആവശ്യപ്പെട്ട് അവർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വെള്ളം കയറിയ വീടുകൾക്കും കേടുപാട് സംഭവിച്ച വീടുകൾക്കൊക്കെ ധനസഹായം വാങ്ങി നൽകുവാനും സാധിച്ചു.
പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് പഞ്ചായത്ത് തലത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ രൂപീകരിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും ഉണ്ടായി. ആനിക്കാട്ട് പ്രദേശത്തെ എല്ലാ സന്നദ്ധ സംഘടനകളും ആൾക്കാരും ഒക്കെ നമ്മുടെ കൂടെ സഹകരിച്ചു നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊരു സമിതിയെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളെല്ലാം എടുത്തു പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെയാണ് ഈ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ഒരു ആശയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കൂടിയാണ്. ഇവർക്കായുള്ള പദ്ധതികളും ഉന്നമന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? നമ്മുടെ മാർച്ച് 31 എന്ന് പറയുമ്പോൾ മാലിന്യമുക്ത നവകേരളമായിട്ട് പ്രഖ്യാപിക്കാനിരിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയെ പറ്റി പറയുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്താണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. 13 വാർഡുകളിലും ഹരിതകർമ്മസേന അംഗങ്ങൾ വീടുകളിൽ കയറി ഇറങ്ങി അവർക്ക് പ്ലാസ്റ്റിക് ശേഖരിച്ച് അത് വാർഡ് തലത്തിലുള്ള മിനി MCF-ൽ ശേഖരിച്ചിട്ട് അത് മെയിൻ MCF-ൽ കൊണ്ടുവന്ന് തരം തിരിച്ച ക്ലീൻ കേരള കമ്പനിക്ക് നൽകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആനിക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിലെ ആദ്യത്തെ MCF കെട്ടിടം നിർമ്മിച്ചത് ആനിക്കാട് പഞ്ചായത്താണ് എന്നുള്ള ഒരു നേട്ടം കൂടി ആനിക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇനി വിപുലമായിട്ടുള്ള ഒരു വിപുലീകരിച്ച MCF ചെയ്യാനായിട്ട് പ്രവർത്തികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ആനിക്കാട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ റോഡ് സൈഡിൽ അടക്കം മാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ ഉള്ള ഈ റോഡ് സൈഡിൽ മാലിന്യം തള്ളുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? റോഡ് സൈഡിൽ മാലിന്യം തള്ളുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴിയിൽ കൂടി വാഹനത്തിൽ പോകുന്ന ആളുകളൊക്കെയും റോഡ് സൈഡിൽ മാലിന്യം തള്ളുന്ന പതിവാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ CCTV ക്യാമറ സ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെല്ലാം ബയോബിൻ സൗകര്യം എല്ലാ വീട്ടുകാർക്കും നമ്മൾ നൽകിയിട്ടുണ്ട്. ദ്രവമാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി ബയോബിന്നുകൾ എല്ലാ വീടുകളിലും നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ പദ്ധതി വെച്ചിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. റോഡുകളൊക്കെ ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകൾ തന്നെയാണോ? നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം റോഡുകളൊക്കെ സഞ്ചാരയോഗ്യമായി തന്നെ നമ്മൾ നിലനിർത്തി പോരുന്നുണ്ട്. താറുമാറായി കിടക്കുന്ന റോഡുകൾ ഒക്കെയും ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 31 ആകുമ്പോൾ തന്നെ ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇനി ചെയ്യാനുള്ള റോഡുകൾ, താറുമാറായി കിടക്കുന്ന റോഡുകൾ കണ്ടുപിടിച്ച് അതും സഞ്ചാരയോഗ്യമാക്കുന്ന തരത്തിലേക്ക് മുമ്പോട്ട് പോകുന്നതാണ്. ഒപ്പം തന്നെ ഈ കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതികളെയൊക്കെ എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താനാവുക? കാർഷിക മേഖലയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യമാണ് പന്നി ശല്യം എന്ന് പറയുന്നത്. വന്യജീവി ആക്രമണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പന്നിയാണ്. പന്നി ശല്യം എന്ന് പറയുമ്പോൾ കൃഷിക്കാർ കൃഷി ചെയ്തു വരുമ്പോൾ അവർക്ക് അത് പന്നികൾ നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ഭേദിക്കാനായിട്ട് നമ്മൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് എന്ത് നടപടി എടുക്കാൻ പറ്റും എന്ന് നമുക്കറിയത്തില്ല. അതിനു വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിക്കണം. നമ്മുടെ നാട്ടിലെ കർഷകർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരവധി പദ്ധതികൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വെക്കുന്നുണ്ട്. തെങ്ങിന് വളം, അതുപോലെ തന്നെ ഫലവൃക്ഷ തൈ, വാഴകൃഷി, അതുപോലെ തന്നെ വളം, ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. നെൽകൃഷി വികസനം, ഇതിനെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. ക്ഷീരകൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? ഒപ്പം തന്നെ ക്ഷീരകൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കന്നുകുട്ടികളെ നമ്മൾ പദ്ധതി വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിൽമയുമായി ബന്ധപ്പെട്ട കാലിത്തീറ്റ സബ്സിഡി, പാലിന് സബ്സിഡി, ഇവ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് തലത്തിൽ ചെയ്തു വരുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ അടക്കമുള്ള പ്രവർത്തന മേഖലകൾ നമുക്കുണ്ട്, സജീവമാണ് അത്തരത്തിലുള്ള പ്രവർത്തന മേഖലകളെല്ലാം തന്നെ. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ മുഖേന നമ്മൾ സ്വയം തൊഴിൽ എന്ന് പറയുന്ന സംരംഭങ്ങൾ
ഓരോ യൂണിറ്റുകാരും ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അതിനകത്തിൽ പങ്കെടുത്ത് ചെയ്യാവുന്നതാണ് എന്ന് അറിയിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ICDS തലത്തിൽ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴില് ഒരു ICDS തലത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഈ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ തന്നെയാണ് എടുത്തു പറയേണ്ട ഒന്ന്. അതിൽ ഈ പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തന മികവ് എങ്ങനെയാണ്? പാലിയേറ്റീവ് രംഗത്തിലെ നമുക്ക് MP നമ്മുടെ ബഹുമാനപ്പെട്ട MP ഒരു ആംബുലൻസ് തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. കാരണം ആനിക്കാടിനെ സംബന്ധിച്ച് വാഹന സൗകര്യങ്ങളൊക്കെ കുറവുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ ചെന്നിട്ട് പരിചരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ നല്ല നിലയിൽ തന്നെ അത് നമുക്ക് പരിഹരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്കായിട്ടുള്ള പദ്ധതികൾ, വിദ്യാർത്ഥികളായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവർക്കായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കായുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ അവർക്ക് സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷി കലോത്സവം പഞ്ചായത്ത് തലത്തിൽ എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ അത് നടപ്പാക്കി പോകുന്നുമുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നിട്ടിറങ്ങി തന്നെ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് അവർക്കൊരു കൗൺസിലിംഗ് അവയർനെസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു കൗൺസിലറിനെ വെച്ചിട്ട് അവർക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ എടുക്കുകയും എല്ലാ സ്കൂളുകളും, അതായത് ആനിക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും LP സ്കൂളുകളുമാണുള്ളത്. അപ്പോൾ ആ സ്കൂളുകളിലെല്ലാം പോയി പ്രവർത്തനങ്ങൾ നടത്താൻ കൗൺസിലറിനെ കൊണ്ട് കഴിയുന്നുണ്ട്. അവർക്ക് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള ഭാവി പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിക്കാനുള്ളത്? എന്തൊക്കെയാണ് ഭാവി പദ്ധതികൾ? നിലവിൽ നമ്മുടെ റോഡുകൾ ഏകദേശമൊക്കെ നമ്മൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്ട്രീറ്റ് ലൈൻ എന്ന് പറയുന്നതും നമ്മൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. നിലവിൽ നമ്മൾ KSEBക്ക് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. വൈദ്യുതി ലൈൻ ലഭ്യമല്ല എന്നുള്ള കാരണത്താലാണ് നമുക്ക് ബാക്കി സ്ട്രീറ്റ് ലൈൻ വലിക്കാൻ താമസം വരുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ വെച്ച് സ്ട്രീറ്റ് ലൈൻ മെയിന്റനൻസ്, അതായത് വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതി വെച്ചിട്ട് നമ്മൾ എല്ലാ വാർഡുകളിലും വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ അതിദാരിദ്ര്യരുടെ ലിസ്റ്റിനകത്തിലുള്ള ആളുകളെ ഒക്കെ അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രചോദനവും നൽകിക്കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആഹാരം, മരുന്ന്, പാർപ്പിട ഈ വക കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അവരുടെ മുൻനിരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇനി മുമ്പോട്ട് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും അനവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ആനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പുരസ്കാര നിറവിൽ കൂടിയാണ് എന്നുള്ളതും അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ സാധിക്കുന്നു. ഇപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുമ്പോൾ പന്നി വിളകൾ നശിപ്പിക്കുന്നു എന്നുള്ള ഒരു വെല്ലുവിളിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. നമ്മുടെ പുല്ലുകുത്തി പമ്പിങ്ങിലുള്ളത് 35 വർഷം പഴക്കമുള്ള മോട്ടറുകളാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്രയും വർഷക്കാലത്ത് ഈ മോട്ടറുകൾ ഓടുക എന്ന് പറയുമ്പോൾ അത് അസാധ്യമായ കാര്യങ്ങളാണ്. സ്ഥിരമായിട്ട് മോട്ടറുകൾ കംപ്ലൈന്റ് ആയി ഞങ്ങൾ പലയിടത്തും പോയി നിവേദനം കൊടുക്കുകയും വാട്ടർ അതോറിറ്റി കംപ്ലൈന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേങ്കിൽ നമുക്കതൊന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് കാരണം നമുക്ക് കുടിവെള്ളം ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ ജലക്ഷാമം രൂക്ഷമായി നേരിടുന്ന ഒരു പ്രദേശമായിരുന്നിട്ട് പോലും അധികൃതരുടെ അടുത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എത്തട്ടെ, ഇതിലൊരു പരിഹാരം ഉണ്ടാകട്ടെ, ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി സൂസൻ ഡാനിയൽ. തൃശൂർ ജില്ലയിലെ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, പത്തനംതിട്ട ജില്ലയിലെ ആനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയൽ എന്നിവരാണ് നമ്മളോടൊപ്പം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.